കൂട്ടാണ് ഗായ്സ്, അപ്പോൾ പാർട്ട് 2. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനില്ല ആവശ്യത്തിന് സാധനങ്ങൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പൈസ ഒക്കെ എടുക്കാന്നാ പറഞ്ഞത്. പൈസ ചോക്കൂലേ? അപ്പോൾ നമ്മൾ തുടക്കാനുള്ള സാധനം, ബാത്റൂം ക്ലീൻ ആക്കാൻ, പിന്നെ ചൂല്, പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെ ഞങ്ങൾ പോകാൻ നിൽക്കണ്. നമ്മൾ കാറിത വെയിലത്ത് നിൽക്കുകയാണ് ഗായ്സ്. ഓയ് ഓടാ, ഏത് അത് ക്ലീൻ ആക്കണേ? ആ ഗായ്സ്, നമ്മൾ കാറിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി സാധനമുണ്ട്, ഇതിൽ കൊണ്ടുവരും. അമ്മ കൊണ്ടുവരും. എന്തൊക്കെ ഇജ്ജ് പറയുന്നത്? അപ്പോൾ നമ്മളങ്ങനത്തെ പോണേ. വെയിലുണ്ടോ പശുണി? വെയിൽ ചൂടുണ്ടോ? വെയിൽ ചൂട് അങ്ങനെ ഗായ്സ്, നമ്മൾ ഇതിലോ ഔടോടോടു അമ്മ വരുന്നുണ്ട് ഗായ്സ്. ഓ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി പന്തലിങ്ങൊക്കെ പോകുന്ന സ്ഥലം പറയാൻ മറന്നു. നമ്മളിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ പോകുന്നത് എങ്ങോട്ട് വെച്ചാൽ പന്തലിങ്ങക്കാണ് ഗായ്സ് നമ്മൾ പോകാൻ പോകുന്നത്. എന്നെ ചൂലോ അവ അങ്ങോട്ട് പോകുന്നു. അവൻ ഞാൻ കൊടുന്ന സാധനം കണ്ടു ജി. ഓ ഞാൻ കൊടുന്ന സാധനങ്ങളൊക്കെ എണ്ണയൊക്കെ ഏത് ഏത് അവിടെയൊക്കെ ചൂല് അതിന് രണ്ടും. ഗായ്സ്, ഇത് പണി കൂടി വരണം. തണുത്ത വെള്ളം ഹേ, ദണ്ടപ്പനി ഹേ, അപ്പുച്ചിന് മാണോ ഹേ. ഗായ്സ്, ഒരാള് സീറ്റ് മാറി കൊടുക്കൂല. അപ്പോ മമ്മിരുന്നോ? ഒരാൾക്കിപ്പോ ഒരു സീറ്റൊക്കെ സ്വന്തമായിട്ട് വേണപ്പോ. അത് ഞാൻ മാറ്റിക്കൊണ്ട് അപ്പുഷ് ഇവിടെ ഗായ്സ്, വീറൊക്കെ മാറ്റാൻ അപ്പൂസ് അയക്കണ്. ഇനി ഡ്രൈവ് ജോട്ടു എന്നാ എന്തേ നമ്മൾ പോണ പേരിൽ ഏസി ഒക്കെ ഉണ്ട്. ഓ ഗായ്സ്, അപ്പോൾ പച്ചക്കറി തെറി വിളിച്ചാൽ നോക്കി നമ്മളിന്ന് സമ്മതിച്ചില്ല. അപ്പം ഞങ്ങൾ നേരെ ഇനി പന്തലിങ്ങൾക്ക് പോണതിൻ്റെ മുമ്പേ നമുക്ക് 2-3 സാധനം കൂടി വാങ്ങാണ്ട്. ഒരു സാധനമുള്ളൂ വാങ്ങാൻ ഗൈസ്. ഒന്ന് മാറാലട്ടി, ഒന്ന് വൈഫർ. ഒരു സാധനമുള്ളൂ വാങ്ങാം. എന്തൊക്കെ അപ്പൊ ഗൈസ്, ഞങ്ങളിങ്ങനെ പോകാൻ നിൽക്കണം. അപ്പൂസേ, ഈ കാല് മാറ്റിയാലേ, കാല് മാറ്റിയ പപ്പാക്ക് എന്ത് ചെയ്യാ? ഹാൻഡ് ബ്രേക്കും താത്ത പോവല്ലേ? പോയി നോക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മളിതാണ് കട കിട്ടിയിട്ടുണ്ട്. അവിടെ ആളില്ല ഇതിലും. ഇല്ലേ, ആളെ കാണാല്ലേ. ഇവിടുന്ന് വാങ്ങിയാൽ മതിയോ? എനിക്ക് ലക്ഷറി കടയൊന്നും വേണ്ട. ഇവിടുത്തെ പറട്ടോ ഗൈസ്, ഓക്ക് 10 റുപ്യന്റെ സാധനം കൊടുത്താലോളോ മതിയാറി. കാരണം ഓളങ്ങനെ ചിലവൊക്കെ അങ്ങനെ ചുരുക്കിയാണ്ട് ഓളോ സാധനങ്ങളൊക്കെ വാങ്ങുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് പിന്നെയും ചിലവ് ചുരുക്കാൻ പോകണം. അവിടെ ആളില്ല. ജോയി വാങ്ങിയ ഗൈസ്, അവിടെ ആളെ കാണില്ല. വിഷുവിന് അടച്ചിട്ടില്ല, പക്ഷെ അവിടെ ആളില്ല. ഒരാടെ പാത്രം മൂപ്പര് പള്ളിയിൽ പോയതുകൊണ്ടല്ലേ. അപ്പൊ ഗൈസ്, നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ആയിക്കണ. മൂപ്പര് വിഷുവിന്റെ പരിപാടിയിൽ ഞാൻ തോന്നുന്നുണ്ട്. വന്ന് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് തന്ന് ഞങ്ങള് വീട്ടിൽ അങ്ങോട്ട് പോയോട്ടെ. എന്തെങ്കിലും പറയണ്ട എനിക്ക്? പന്തലിങ്ങിലെത്തി ഗൈസ്. പപ്പാൻ്റെ വരുള്ളൂ. ഞങ്ങൾ
ഗായ്സ് ഇതാണ് ഞങ്ങൾ അങ്ങാടി മുതൽ ഞാൻ ഒന്നും ഇവിടെ ഉണ്ടാവും ഞാൻ ഈ അങ്ങാടിയില് അപ്പൊ ഞാൻ കണ്ടോ ഇങ്ങോട്ട് വരും ഇടവണ്ണല്ലേ ഇടവണ്ണുണ്ടെങ്കിൽ ഇപ്പൊ ഞാനങ്ങോട്ടെ പോലെ ഇവിടുന്നാണെങ്കിൽ ഒന്നുകൂടി സുഖം. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഇപ്പൊ പന്തലിങ് അങ്ങാടി കഴിഞ്ഞ് ഇനി നേരെയുള്ള റോട്ടിന് നമ്മൾ പോവാൻ പോകുന്നത്. ആ കയറ്റത്താണ് നമ്മളൊക്കെ പറഞ്ഞ വീടല്ല. പിന്നെ ഇവിടെ ഇതിന്റെ ബാക്കില് ഗ്രൗണ്ടാണ്. അപ്പൊ അവിടെ പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കും. അങ്ങനത്തെ കുറെ പ്ലാനിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ഥലം എടുക്കാൻ. അതെ, ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട്. ഇടവണ്ണ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അവിടെ ആരും കളിച്ചാനൊന്നുമില്ല ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിന് ഈ കയറ്റ കയറിങ്ങാണ്ട് ഇറങ്ങണം. അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ തന്നെയാണ് അത് വീടിന്റെ ഒരു വഴി എന്നൊക്കെ പറഞ്ഞല്ലോ ഗൈസ്. അതാ ഇവിടെയാണ് നമ്മളെ വീട് മറ്റേ അങ്ങാടി തന്നെ ഏതോ ഉള്ളിക്കാണ് ഗൈസ്. എല്ലാവർക്കും വരുമ്പോ കുറച്ച് തോനെ വരാനുണ്ട് കേട്ടോ. നമ്മളെ അപ്പൊ ഓക്കെ, പിന്നെ കാണാം. ഓടും മൂട് പറ്റൂലെന്ന്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ റൂം. എന്നെ കാണില്ലേ? മാങ്ങമാരുണ്ട്, ചക്കമാരുണ്ട്. ആകെ ചാക്കി മാങ്ങിക്കണം ഗൈസ്. ബെല്ലൊന്നുമില്ല. പിന്നെന്താ വെച്ചാ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ ഇല്ല. ഞങ്ങൾ അന്ന് വന്നപ്പോ നമ്മൾ ഫസ്റ്റ് മേലെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. താഴത്ത് കുട്ടിയുടെ ചായയോടെ പോയി വാങ്ങിക്കൊണ്ടിരുന്നു. ഞാനത് വാങ്ങിയതാ കേട്ടോ. നിങ്ങൾ ഇതിരിക്കുക അയൽവാസികളെ പോയി പരിചയപ്പെട്ട് പോര്. അവിടെ ഒന്നും ആളില്ലോണ്ടല്ലേ? അത് പൊടിയാണ്. അതല്ലേ അവിടെ അല്ല ആളുണ്ടേ. ഏതജി മമ്മ എനിക്കെന്താ പണി? മുകളിലാട്ടി നമ്മളവിടത്തൊക്കെ പോലെ തന്നെ. പക്ഷെ അവിടെ പുറമെ നല്ല സെറ്റപ്പാണ്. ഇവിടെ ഇനി ഉള്ളിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഉള്ളിൽ വലിയ സെറ്റപ്പ് ഇല്ലാന്നല്ല, എല്ലാം നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല റൂമൊക്കെ കുറച്ച് അത്യാവശ്യം വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. ചെന്ന് കയറി വെക്കണം ഗൈസ്. അങ്ങനെ മേഡം ബെല്ലെണ്ണ ഷോക്ക് അടിച്ചിട്ടുണ്ടൊക്കെ പൂസിയും പിടിച്ചു കണ്ടോ. പോവാണെങ്കിൽ ചറ്റക്കല്ലോ. ഒരു മാറ്റി തന്നോളൂ. ബെല്ലിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഇവിടെ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെയല്ലോ, അങ്ങനെയല്ലേ? ബിസ്മില്ലാഹി കയറിക്കോ. ഇടത്തേക്കാളും വെച്ച് കയറി ഗായ്സ് കൊണ്ടുപോയി. പൊടിയത് റൂമല്ല വലിപ്പുണ്ട് ഗൈസ്. ഇനി ഓളോ ശ്വാസം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫാനൊന്നുമില്ല ഗൈസ്, ലൈറ്റുമില്ല ഗൈസ്. ഇവിടെ എ സി ആക്കും. എ സി എന്ന് വെച്ചാൽ പോരെ. എ സി ഇവിടെ വെക്കുക. ഊറ്റായിക്കണി. പിന്നെ ഇവിടെ തൂക്കാനൊക്കെ സാധനം. ഇതാണ് ഷെൽഫ്. വലിച്ചത് പിന്നെ നമ്മളത് അടുത്തത് കോയമ്പത്തൂരോ ഹോം ടൂർ പിന്നെ കാണിച്ചു കൊടുക്കാം. ഇതിനെ വിളിച്ചു ഇൻ്റെ വെച്ച് തന്നെ കൂളിയിലാണ്. 2 റൂമിലും ഷെൽഫുണ്ട്. നമ്മൾ റൂമിലെടുക്കുക
കണ്ണാടി നമ്മളതുണ്ട് അവിടെ എത്തപ്പോ ബാത്റൂം രണ്ടുണ്ടല്ലോ രണ്ടിലിരിക്കാം. അയ്യോ ഗായ്സ്, അപ്പോൾ ഇനി അടുക്കള. ഓ നൈസ്. ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇസ്കാര് പിടിച്ച് ഇന്നെ ഇപ്പൊ മൂടൊക്കെ മാറ്റി അപ്പൂസായി ഫുള്ള് സൗണ്ട് ഉണ്ടാക്കാണ്. ഇവിടെ നിന്ന് നിരക്കാൻ വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല. ഓളവിടെ കൊള്ളൂപ്പ നമുക്കറിയില്ലേ. അപ്പോൾ റൂം രണ്ടും ക്ലീനാക്കി. ഞാളും അടുക്കളയിൽ നല്ല ക്ലീനിങ്ങിലാണ് ഇതിൽ ഗൈസ്. അങ്ങനെ കിച്ചണ് വെള്ളമൊക്കെ നിർക്കിച്ചിക്കണ്, മാറാലൊക്കെ തട്ടി ഫുൾ സെറ്റാണ്. ഞാളും ഫ്രണ്ടും കിച്ചണും കൂടി മാത്രമേ റെഡി ആക്കാനുള്ളൂ. ഈ റൂം നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൂസിന് എന്താ പണി വെച്ചാൽ, അപ്പൂസിന് ഇഞ്ച ഒക്കത്താണ് അപ്പൂസ്. ഓളും വെച്ച് തുടച്ചിട്ട് നോക്കാൻ നല്ല ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ പപ്പ ഔവ്വാന്നൊക്കെ തിന്ന് പപ്പ കൗവാട്ടിക്ക പപ്പ കൗവരു പപ്പ ഒരു കാറ്റോക്ക് പപ്പ കൗവ. നമ്മളെങ്ങനത്തെ പുതിയ വീട്ടിലേക്ക് വന്നേക്ക അപ്പൂച്ചേ. കൈസോള് ഫുള്ള് ഒച്ചമ്പുളിയല്ല സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പറയാ പപ്പ ഓയ് ഒരു പപ്പൻ്റെ പൊന്നിൻ്റെ മോനെ. കൈസ്തിയിൽ കുഴങ്ങിക്കണം, ഇന്ന് നോമ്പ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഞാനും അപ്പൂസും സദ്യ കഴിക്കാൻ വേണ്ടി പോവാണില്ല. അപ്പോൾ നമ്മളെങ്ങോട്ട് പോകണത് സദ്യ കഴിക്കാൻ പോവാ. അപ്പോൾ നമ്മൾ പന്തലിങ്ങനെ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇതിലും ഇല്ലായിരുന്നു, ഓളവിടെ പണിയില്ല. ഞാൻ തന്നെ ആകെ ഡ്രസ്സൊക്കെ ആകെ ക്ലീനിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടീനത് ഒന്ന് വിശലജ് വാർന്നുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചെത്തിക്കണം. അവിടെ എല്ലാവരും വന്നിക്കണ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചിട്ടോ ഞാൻ. അപ്പോ ഒറ്റക്കൊക്കെ ഇരുന്ന് പോവാ. ഇനി മമ്മാക്ക് ഇവിടെ സീറ്റ് ഉണ്ടല്ലേ, മമ്മാനെ ബാക്ക് കാട്ടേണ്ടി വരുമോ? ഇത് അപ്പൂസിന്റെ സീറ്റാ? അപ്പൂസിന്റെ സീറ്റാ? ശരി. അപ്പൊ ഇനി മമ്മ ചീറ്റ പറയില്ല പപ്പാനെ? പറയോ മമ്മ? ശരി. അപ്പോ അപ്പൂസ് കളി തുടങ്ങിയിരിക്കണ്. പൊട്ടിച്ചോ അപ്പൂ? പട പൊട്ടിച്ചോ? നോ ഗൈസ്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റായിക്കാണ്. മോട്ടറിലൊന്നും വെള്ളം കയറണില്ല, മേലൊക്കെ കയറി ഫുള്ള് റെഡിയാക്കി. അപ്പൂസ് തുടക്കുക. ഇത് തുടക്കുണ്ടോ? വാ പാപ്പാനത്ത് പോവാ. അപ്പോ നോ അപ്പോ ഇങ്ങോട്ട് പോര്. ഏയ് നോ. ആരാ? വാ പപ്പനത് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പോ ഇങ്ങോട്ട് 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 വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആയ് ഇങ്ങോട്ട് 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 വാ. ഓള് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടെ ഞാൻ അങ്ങോട്ട് വരൂല. ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വരും. ഏയ് ഗൈസ്, അപ്പൂസ് ഫുൾ ഹാപ്പി, ഫുൾ സന്തോഷം. എന്താ അറിയില്ല. അപ്പൂസേ
സന്തോഷത്തിലാ? അങ്ങനെ ഇട്ട് പരിശീലിപ്പിക്കണ്ട. വെയിറ്റ് ഷിഫ്റ്റിംഗ് വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട്. ഇത് വാങ്ങിച്ചാ സോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ സംഭവങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കിക്കോളൂ. ഓ ഇതില്ലെങ്കിൽ ഉപജീവന മാർഗമാണിത്. ഓ സാധനം മാനുവിന് കൊടുത്തു. മാനു ചെറിയ കാര്യമായിട്ട് എന്തോ കൊടുക്കണ മാറി. അവിടെ അവിടെ ആ റൂമിക്ക് കട്ടിലവിടെ. വെല്ലുവിളികളാവാം. ഉരുട്ടമല്ല, പൊന്തിച്ച് മേലെ പൊന്തിച്ച്. ഗായ്സ് ഓഫ് ഇവിടെ നേരെ അങ്ങോട്ടോ. ആ ഇന്നെ നിലത്ത് കറക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഗായ്സ് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ച് ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തിയിട്ടില്ല ഞങ്ങൾ. കാരണം ഇന്ന് ഒതുക്കണോ അതോ നാളെ ഒതുക്കണോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. കാരണം എവിടെ നോക്കിയാലും സാധനങ്ങളാണ്. ഇതൊക്കെ കൊടുങ്ങാണ്ടൊക്കെ ഇവിടെ വെച്ചേക്കാണ്. ഈ ചാക്കിൽ ഫുള്ള് ചെരുപ്പ്, ഇവിടെ അപ്പൂസിൻ്റെ ടോയ്സ്, പമ്പേഴ്സ്, ടേബിൾ ഇവിടെ വെച്ച് റൂമിൽ നമ്മൾ സെറ്റാക്കി. ഗൈസ് കണ്ടോ, റൂമിൽ ഫാനും ഇവിടെ മേലെ ഫാനൊന്നുമില്ല. അപ്പോൾ ഫാൻ കൂടി വാങ്ങേണ്ടി വരും. ഇപ്പോൾ അതേമാതിരി ഹാളിലും ഫാനില്ല. ബെഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഷെൽഫിലൊന്നും വെച്ചിട്ടില്ല, ഫുള്ള് അടുക്കാനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെഴേണ്ടി വരും. കാരണം കുറേ പണിയാണ്. അതേമാതിരി ഫ്രണ്ടിലാണെങ്കിലും എന്താ പറയുക, ഇവിടെയൊക്കെ തുടച്ചതാണ്. പിന്നെയും ചളിയും ഇതൊക്കെ കഴിക്കണം. ഒന്ന് അടിച്ചുകൂടി ഇടാണ്ട് കണ്ടമാനം കോട്ടരമകളുണ്ട് ഗൈസ്. കോട്ടരമകൾ കൊണ്ടുപോകും. അതേമാതിരി കിക്ക് വേറൊരു പണി കിട്ടി ഗൈസ്. നമ്മളെ സാധനം ഇറക്കിയപ്പോൾ ദൂരാതെ കൊടുത്ത് സാധനം ഉള്ളൊന്ന് പൊട്ടിപ്പോയി. ഗ്യാസിൻ്റെ നാളെ ഫുഡ് എന്ത് കാട്ടുന്നില്ലൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളിപ്പോൾ. പക്ഷെ ഇത് ഉള്ളത് ഇത് കഴിച്ചു കൊടുത്തിൻ്റെ കയ്യിൽ ഇത് ഊരി കൊടുക്കേണ്ടി.